ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ വീഡിയോ കേട്ടിട്ട് കുറേ ദിവസമായി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ കുറേ പഴയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും എടുത്ത് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഇങ്ങനെ ഓഡിയോ ഒന്നുമില്ല, ജസ്റ്റ് മ്യൂസിക് മാത്രമേ. പണ്ടത്തെ വീഡിയോ 2-3-4 വർഷം പഴക്കമുള്ള വീഡിയോകൾ. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന 2 ഐറ്റം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇതൊരെണ്ണം സാംസങ്ങിൻ്റെ ക്രിസ്റ്റൽ UHD TVയും, പിന്നെ അതിനകത്ത് നമുക്ക് PlayStation 5 ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം തുറന്ന് ഒന്നേന്ന് കാണാം. Well, folks, it's time to kick it old school, so you can feel cool. Give it to me, baby. Baby. Yeah. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ച TV. ഞാൻ ഇപ്പം വരെ തുറന്നിട്ടില്ല. ഇത് ഞാൻ മേടിച്ച ഇവിടുത്തെ ഒരു ഇലക്ട്രോണിക് സ്റ്റോർ, ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിൽ നിന്നാണ്. ഇതായിരുന്നു ഞങ്ങളുടെ മുമ്പത്തെ TV. ഇത് ജസ്റ്റ് HD TV ആണ്, പക്ഷെ ഇത് 4K സപ്പോർട്ട്, UHD ക്രിസ്റ്റൽ. അത് ഞാൻ ആ ഗെയിം കൺസോൾ മേടിച്ചുകൊണ്ട് ഇത് മേടിച്ചാണ്. ഇതിനകത്ത് അതിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഞാൻ നിങ്ങളെ ഈ പ്രൊഡക്റ്റ് എടുത്ത് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ PS5ൻ്റെ അൺബോക്സിങ് ആയിരിക്കും. ഞാൻ ഈ ഗെയിം ഈ PS5ൻ്റെ കൂടുതൽ കിട്ടിയതല്ല, ഞാൻ മേടിച്ചത്. ഞാൻ പണ്ട് തൊട്ടേ ഒരു NFS ഫാനാണ്. അപ്പോൾ ഇതൊരു ഗെയിമുണ്ട്. നമ്മുടെ ഒറിജിനൽ സാധനം ഇതാണ്, PlayStation 5. ഇത് ഞാൻ കുറേ നാൾ, 1 വർഷമായിട്ട് ഞാൻ നോക്കി നിൽക്കുക എങ്ങനെയും മേടിക്കണം. എൻ്റെ കയ്യിലുണ്ട് ഇവിടെ ഒരു PS3 ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വലിയ സുഖമൊന്നുമില്ല. ഇത് പണ്ട് കോളേജിൽ പഠിച്ചപ്പം കളിച്ചതായിരുന്നു. അത് ആ ഗെയിമൊക്കെ, അതിൻ്റെ ഗെയിമുകളൊക്കെയായി ഇരിക്കുന്ന മൊത്തം. അപ്പോൾ ഇത് ഇനി കൊടുക്കാൻ പോവാ, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഇനി തുറന്ന് നോക്കാം. ഇതേണ്ട ചെറിയൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കൊണ്ടുവരാം. ലൈറ്റിങ്ങിന് ചെറിയ ഇഷ്യൂ വേണം, എന്താ ചെയ്യാൻ പറ്റും. ഈ ചെറിയൊരു ലൈറ്റും ആ ഒരു ലൈറ്റ് മാത്രമേ റൂമിലുള്ളതാണ്. അപ്പം അതിൻ്റെ കവർ തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പാക്കേജിങ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങോട്ട് തുറന്ന് ആദ്യം നമുക്ക് പവർ കോഡ് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തോ ഒരു സാധനം, നമുക്കത് അന്വേഷിക്കാം, മനസ്സിലാവും ലാസ്റ്റ്. ഇതെല്ലാം തുറന്നു വരും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാറി. ഇത് നമ്മുടെ TV കണക്ട് ചെയ്യുന്ന HDMI കേബിളാണ്. ഇത് C2C കേബിളാണ്. ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക് കൺട്രോളർ. ഇനി അടുത്തത് നമ്മുടെ മെയിൻ സാധനമാണ് വരാൻ പോകുന്നത്. ഇതെല്ലാം ഇവിടെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവരുടെ പാക്കേജിങ് ഭയങ്കര സെറ്റായിട്ടാണ് ഇവർ പാക്കേജിങ് ചെയ്തേക്കുന്നത്. കുറേ സാധനമുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇതിനെ വലിച്ചെടുക്കാം. അമ്പടാ, ഇതാണ് കൺസോൾ. ഇതാണ് ഗൈസ് PS5. ഇനി ഇതിലായിരിക്കും ഗെയിമും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഇനി നമ്മൾ ഓണാക്കും. അതിന് ഈ TV ആദ്യം സെറ്റാക്കണം. അപ്പോൾ ഇത് PS5 ആയി. പിന്നെ ഇതിനകത്തുള്ള കുറേ യൂസർ മാനുവലും ഗൈഡും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ നമുക്ക് ആവശ്യമില്ല, എങ്ങനെയെല്ലാം ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് മാറ്റിയിട്ട് നമുക്കടുത്ത TVയിലോട്ട് പോവാം. ഗൈസ്, അപ്പം ഞാൻ ആ PlayStation എല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റി. അപ്പം നമുക്കിനി ഇത് തുറക്കാം. പൈസ കീറി പോകുന്ന സൗണ്ടാ. അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം ഇത് TVൻ്റെ സ്റ്റാൻഡ്. ഇതിനകത്ത് റിമോട്ട്, പവർ കേബിള്, 2 ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവലും ഉണ്ട്.
ഇതാണ് നമ്മുടെ ടി വി ഇരിപ്പുണ്ടകത്ത്. അപ്പോൾ ഗൈസ് ഇതിനെ ഇങ്ങോട്ട് മരത്തിൽ കടത്തി നമ്മുടെ ഡിസ്പ്ലേ ഉള്ള സൈഡ് ഇത്. ഇനി പതുക്കെ ഞാൻ വലിച്ചെടുക്കാം ഇതിനെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവനെ വലിച്ച് താഴോട്ട് ഇറക്കി നമുക്ക് ഇതിനെ തുറക്കാം. ആടാ മോനെ, ഇത് കൊള്ളാം. ഇതാണ് നമ്മുടെ പുതിയ ടി വി. ഇനി ഇതിൻ്റെ താഴെ ഞാൻ മുമ്പേ കാണിച്ച ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഇത് ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാനിത് നേരെയാക്കി. പവർ കേബിൾ മാത്രമേ ഇപ്പം കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മുടെ ഫസ്റ്റ് ഓൺ ചെയ്യാൻ പോകുന്നത് ഇത് റിമോട്ടാണ്. റിമോട്ട് ചെറിയ രണ്ട് ബാറ്ററി ഉണ്ടായിരുന്നു. ഇതിട്ട് ഇനിയിപ്പം നമുക്ക് ഐറ്റത്തിനെ ഓൺ ചെയ്യാം. ഓണാവും. സാംസങ് ഇത് ഇങ്ങനെയാണ് തുറന്നു വരുന്നത്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഹോം സ്ക്രീന്. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം വീഡിയോസ് എല്ലാം ഉണ്ട്. പിന്നെ ഗൈസ് ഇപ്പം വരെ ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ പൊളിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ അവസാനത്തെ സ്ക്രീനിൻ്റെ ഒരു പ്രൊട്ടക്ടറാണിത്. ഇത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ ഡിസ്പ്ലേൻ്റെ ഒരു ഫുൾ എഫക്റ്റ് നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് ലെയർ കിടക്കുന്നില്ലേ, നമുക്ക് ഇവനെ അങ്ങനത്തെ അതൊക്കെ ഉരിയെടുക്കാം. വല. അപ്പോൾ നമ്മുടെ ടി വി സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റേഷൻ കണക്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ PS5 ഇതിനകത്ത് കണക്ട് ചെയ്ത് ഇപ്പം നമുക്കിത് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാം ഇതിപ്പോൾ HDMI 1 കൊടുത്തത്. അപ്പോൾ ഗൈസ് നമ്മുടെ എല്ലാം സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇൻ്റർഫേസ് എല്ലാം ഓക്കെ ആയി, റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഗെയിമിൻ്റെ ഈ ഗെയിമായിരുന്നു ഞാൻ മേടിച്ച്. ഇതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് തുറക്കാം. ഇത് ഞാനും ഇന്നുവരെ കളിച്ചിട്ടില്ല. ഇതിൻ്റെ പഴയ മോഡലൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വരുന്ന NFSൻ്റെ അൺബൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. അടിപൊളി ഗെയിമാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ അൺബോക്സിങ്ങിൻ്റെ അത്. ഇതാണ് ടി വി. ഇനിയിപ്പം നമ്മൾ ഈ ടി വിയും ഈ പ്ലേ സ്റ്റേഷനും എടുത്ത് ഇവിടെ ഈ ടി വി മാറ്റിയിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ആ പഴയ ടി വി മാറ്റി പുതിയ ഇവിടെ വെച്ച് പ്ലേ സ്റ്റേഷൻ ഊഫറിൻ്റെ മണ്ടയും വെച്ചു. ഇന്നത്തെ അപ്പം ഇത്രയും പരിപാടികളെല്ലാം ഉള്ളായിരുന്നു. അൺബോക്സിങ് ചെയ്തെല്ലാം ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത എന്തെങ്കിലും വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.